സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു യുക്തിപൂർവ്വമായിട്ട് പോകാനുള്ള ഒരു അറിവ് നമുക്ക് ലഭിക്കുമ്പോൾ നമുക്ക് ഒന്നിലും ഒരു പരാതിയില്ല, നമുക്ക് ആരോടും ഒരു പരിഭവമില്ല. എന്ന് പറഞ്ഞ് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ കണ്ടാൽ നമ്മൾ പ്രതികരിക്കാതിരിക്കരുത്. അതായത് എല്ലാവരും പറയണം ഞാൻ നല്ല കുട്ടിയാണ്, സ്വസ്തിക നല്ല കുട്ടിയാണ്, സ്വസ്തിക പാവാണ്, സ്വസ്തിക അങ്ങനെയൊന്നും എനിക്കില്ല കേട്ടോ. എന്നെ ചീത്ത കുട്ടിയാണെന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല. ഞാൻ പറയാനുള്ള കാര്യം പറയേണ്ട ആളോട് പറയേണ്ട സമയത്ത് ഞാൻ പറയും. കാരണം അങ്ങനെയായിരുന്നു എൻ്റെ ചിന്താഗതി. അയ്യോ അവരോട് അങ്ങനെ പറഞ്ഞാൽ അവർക്ക് വിഷമാവില്ലേ, അവര് പാവല്ലേ, അവരോട് അങ്ങനെ പിണങ്ങരുത്, അവര് പാവല്ലേ, അങ്ങനെയൊക്കെയായിരുന്നു പണ്ടത്തെ എൻ്റെ ചിന്താഗതി. പക്ഷെ പിന്നെ പിന്നെ ഞാനത് മാറ്റി. കാരണം എൻ്റെ ഗുരുക്കന്മാർ പറയുന്നത് ഞാൻ കേട്ടു. അതേതാ ദേവി അമ്മയാണ്. പക്ഷെ അമ്മ നമ്മളെ ശാസിക്കും ശിക്ഷിക്കും ഒക്കെ ചെയ്യും. എന്തിനാ? നമ്മൾ നല്ലതാവാനാണ്. അപ്പോൾ അവരുടെ ഉള്ളിലുള്ളത് പരമാത്മ സ്വരൂപനായ ഭഗവാനാണെന്ന് എനിക്കറിയാം. പക്ഷെ അവരത് തിരിച്ചറിയുന്നുണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും പറയുകയൊക്കെ നമ്മളോട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും അങ്ങോട്ട് ശാസിക്കണം. പറയേണ്ട കാര്യം പറയേണ്ടതുപോലെ ചെയ്യണം. ചിലപ്പോൾ അടി കൊടുക്കേണ്ടി വരും, അടി അങ്ങോട്ട് കൊടുക്കണം. അപ്പൊ